ഇടുക്കിയിൽ വീണ്ടും അപകടയാത്ര. ഗ്യാപ് റോഡിലും ബോഡിമെട്ട് റൂട്ടിലുമാണ് യുവാക്കൾ അപകടകരമായ രീതിയിൽ യാത്ര ചെയ്തത്. ജോസിലുണ്ട് വിവരങ്ങളുമായി. ജോസിൽ, എന്താണ് സംഭവിച്ചത്? ഇവർക്കെതിരെ എന്തെങ്കിലും നടപടിയെടുത്തിട്ടുണ്ടോ? ഇത് ആരൊക്കെയാണെന്ന് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടോ? ആവണി, രണ്ട് വ്യത്യസ്തമായ സംഭവങ്ങളാണ് ഗ്യാപ് റോഡിൽ നടന്നിരിക്കുന്നത്. അതിൽ ഒരു കാറിൽ യാത്ര ചെയ്ത യുവാക്കളെ ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് പിടികൂടിയിട്ടുണ്ട്. ദേവികുളത്ത് വെച്ചാണ് മോട്ടോർ വാഹന വകുപ്പ് വാഹനം പിടികൂടിയത്. ഇടുക്കി എൻഫോഴ്സ്മെന്റ് RTOയുടെ സ്പെഷ്യൽ സ്ക്വാഡിന്റെ നേതൃത്വത്തിലാണ് ഈ വാഹനം പിടികൂടിയിരിക്കുന്നത്. മൂന്നാർ പോലീസ് സ്റ്റേഷനിലേക്ക് ഇപ്പോൾ ഈ വാഹനം മാറ്റുകയാണ്. അത് തെലങ്കാന രജിസ്ട്രേഷനിലുള്ള വാഹനമായിരുന്നു. ആ തെലങ്കാന രജിസ്ട്രേഷനിലുള്ള കാറിന്റെ ഡോറിൽ ഇരുന്നാണ് യുവാവ് യാത്ര ചെയ്തത്. ആ വാഹനം പിടികൂടിയിട്ടുണ്ട്. മറ്റൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഒരു ബൊലീറോ വാഹനത്തിന്റെ മുകളിൽ ഇരുന്ന് യുവാക്കൾ യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങൾ കൂടി പുറത്ത് വന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങളാണ് ഇപ്പോൾ കേരളത്തിലുള്ള ആളുകൾ നിരന്തരമായി ഇത്തരത്തിൽ ലൈസൻസിൽ റദ്ദാക്കുകയും നടപടികൾ ഉണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അത്തരത്തിലുള്ള യാത്രകൾ കുറച്ചിട്ടുണ്ട്. എന്നാൽ ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയായതുകൊണ്ട് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആളുകളാണ് കൂടുതൽ ഇത്തരത്തിലുള്ള അഭ്യാസ പ്രകടനങ്ങൾ നടത്തുകയും ഇപ്പോൾ ഇത്തരത്തിൽ നവമാധ്യമങ്ങളിലടക്കം ഇത്തരം ദൃശ്യങ്ങൾ പ്രചരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ പിടിയിലാകുകയും ചെയ്യുന്നത്. ഏതായാലും വലിയ അപകടം ഇവർക്ക് മാത്രമല്ല, ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങൾക്കും ഒക്കെ അപകടം ഉണ്ടാക്കുന്ന ഇത്തരം യാത്രകൾ ഒഴിവാക്കേണ്ടത് തന്നെയാണ്. ഏതായാലും മോട്ടോർ വാഹന വകുപ്പ് കൃത്യവും ശക്തവുമായ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ആവണി, ജോസ്ലി സൂചിപ്പിച്ച രണ്ട് കാര്യങ്ങളും, ഈ രണ്ട് വണ്ടികളും കേരളത്തിൽ നിന്നുള്ളതല്ല എന്നാണോ മനസ്സിലാക്കുന്നത്? തീർച്ചയായിട്ടും ഒന്ന് തെലങ്കാന രജിസ്ട്രേഷനിലുള്ള വാഹനമാണ്, ഒന്ന് തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള വാഹനമാണ്. മൂന്നാർ എന്ന് പറയുന്നത് ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. സ്വദേശത്തും വിദേശത്തുമുള്ള ധാരാളം ആളുകൾ എത്തുന്ന സ്ഥലമാണ്. പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. സ്വാഭാവികമായിട്ടും വാഹനത്തിന്റെ കാഴ്ചകളിലെ ചില്ലുകൾക്ക് അപ്പുറത്ത് നിന്ന് കാഴ്ചകൾ ഉയർന്നു നിന്ന് കാണാനുള്ള ത്വരയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിന്റെ ഭാഗം കൂടിയായിട്ടായിരിക്കാം ആളുകൾ ഇത്തരത്തിലുള്ള അഭ്യാസ പ്രകടനങ്ങളുടെ പ്രകൃതിയുടെ ദൃശ്യങ്ങൾ കാണാൻ ശ്രമിക്കുന്നത്. പക്ഷെ അത് വലിയ അപകടത്തിലേക്ക് വരുത്തി വെക്കും. കാരണം മനോഹരമായ റോഡാണ്. മഴയൊക്കെ പെയ്ത് തെന്നിത്തെറിച്ച് കിടക്കുന്ന സമയത്ത് ഇത്തരം പെട്ടെന്നൊരു ബ്രേക്ക് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ ഇവരൊക്കെ തെറിച്ച് റോഡിലേക്ക് പോവുകയും വലിയ അപകടം ഉണ്ടാകുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഇത് നടപടി എടുക്കേണ്ട കാര്യം തന്നെയാണ്. അതാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആവണി, ശരി. ജോസിലാണ് വിശദാംശങ്ങൾ നൽകിയത്.